ഹായ് ഫ്രണ്ട്സ്, സുൽഹത്താണ് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിൻ്റെയും മഞ്ചേരിൻ്റെയും ഇടയിലുള്ള ഒരു ടൗണാണ് കാവന്നൂർ. എന്ന കാവന്നൂർ സ്ഥലത്താണ് ലൊക്കേഷൻ, വർക്ക്ഷോപ്പ് ലൊക്കേഷൻ കേട്ടോ. അപ്പം ഞാൻ ഇതൊരു 99 മോഡൽ, 1999 മോഡൽ സി എഞ്ചിൻ റിസ്റ്റോർ ചെയ്താണ്. റിസ്റ്റോറേഷൻ കഴിഞ്ഞ് 2-3 ദിവസമായി. അപ്പം വണ്ടി ഡെലിവറി ആക്കാൻ 2 ദിവസമായി കേട്ടോ. അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, തിരക്കൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാൻ കഴിയായിരുന്നത്. അപ്പം കുറച്ച് രാത്രിയിൽ ക്ഷമിക്കണം, എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും ക്ഷമിക്കാം. ഡീറ്റെയിൽസ് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ വണ്ടിൻ്റെ ക്ലാരിറ്റി അല്ല വണ്ടിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ഒന്നും ഒരിക്കലും ഒരു വീഡിയോ കണ്ടെങ്കിൽ ഡിസൈർ ചെയ്യുക പിന്നെ തീരുമാനിക്കരുത്. പിന്നെ എല്ലാ പെയിൻറ്റും എല്ലാ ക്ലിയർ കോട്ടും സാധനം തിളങ്ങും, വീഡിയോ കണ്ടാൽ തിളങ്ങും. അതേമാതിരി മുകളിലും സീലിങ്ങിലൊക്കെ കുറച്ച് ഫാൻസി ലൈറ്റൊക്കെ കിട്ടി നല്ല റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ ഏതൊരു ക്ലിയർ കോട്ട് അടിച്ച് കഴിഞ്ഞാലും ഏതൊരു പെയിൻറ്റ് അടിച്ചാൽ ആസ്ട്ര പെയിൻറ്റ് അടിച്ചാൽ അവർ ആ ഒരു ഗ്ലോസിങ് ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എപ്പോഴും നേരിട്ട് കണ്ടിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പെയിന്റിന്റെ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക, അതാണ് ഏറ്റവും നന്നാവുക. അപ്പോൾ ഏടാണ് പെയിന്റ് അടിക്കാൻ കൊടുക്കുന്നത്, ഏടാണ് പെയിന്റിങ് കാര്യങ്ങൾ ചെയ്ത് നേരിട്ട് കണ്ടിട്ട് അതിന്റെ ക്ലാരിറ്റി, അതിന്റെ ലാസ്റ്റിങ്ങും അതിന്റെ പെയിന്റിന്റെ പിന്നെ ക്വാളിറ്റിയും ഒക്കെ പ്രൂവ് ചെയ്ത സ്ഥലങ്ങളിലല്ല നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പെയിന്റിങ്ങിൽ കൊടുക്കാമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാനിപ്പോൾ ഇതെങ്ങനെ കാണിച്ചു തന്നാലും അതേമാതിരി ആരെന്ത് വീഡിയോ കാണിച്ചു തന്നാലും ഏതാ സ്റ്റുഡിയോയിൽ പോയിട്ട്, അല്ലെങ്കിൽ എനിക്ക് സ്റ്റുഡിയോ ഒന്നുമില്ല പേഴ്സണലി, എനിക്ക് സ്റ്റുഡിയോ പോയിട്ട് വീഡിയോ എടുക്കുന്ന ഒരുപാട് നമ്മളിവിടെയൊക്കെ ഒരുപാട് ബൈക്ക് സ്പാകളൊക്കെ ഉണ്ട്. ആ സ്പാകളൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ആദ്യം അങ്ങനെയല്ല ഉള്ളത്, ജെന്യൂനായിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ എൻ്റെ വണ്ടിയുടെ പെയിന്റിങ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മളെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. ചെയ്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട്, അവർ കമൻറ്റ് ചെയ്യും, അവർ തീരുമാനിക്കട്ടെ. നമ്മളെ വർക്ക് എങ്ങനെയാണ് ക്വാളിറ്റി അവർ തീരുമാനിക്കട്ടെ, അതാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ അപ്പോൾ റീസ്റ്റോറേഷൻ്റെ കാര്യം ഒരാൾ കമൻറ്റ് ചെയ്യുന്നത് കേട്ടു, ഏതോ ഫേസ്ബുക്കിൽ ഏതൊരു നമ്മൾ വീഡിയോന് കമന്റ് ചെയ്താണ് സ്ക്രാപ്പിന് വണ്ടി സ്ക്രാപ്പിന് കൊടുക്കേണ്ട വണ്ടി സ്ക്രാപ്പിന് കൊടുക്കുക. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, റീസ്റ്റോറേഷൻ ചെയ്യുന്ന വർക്ക്ഷോപ്പ് വരെ കോടീശ്വരന്മാരാക്കരുതാണ്. നമ്മളിത് പണിത്തിൽ കോടീശ്വരന്മാരാകാനൊന്നും പോകുന്നില്ല, ജീവിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ ഒരു വണ്ടി റീസ്റ്റോറേഷൻ ആരും തരൂല്ല. 50,000 1,00,000 റുപ്യ 50,000 60,000 70,000 മുടക്കുന്ന ആളുകൾ സ്വയം തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റീസ്റ്റോറേഷൻ വരുന്നത്. പിന്നെ ഒരിക്കലും റോയൽ എൻഫീൽഡ് ബ്രാൻഡിൽ ട്രഡീഷണൽ ആയിട്ടൊരു എഞ്ചിൻ ഭാവിയിൽ ഒരിക്കലും ഇനി കിട്ടൂല, ഇപ്പോഴും കിട്ടില്ല, ഭാവിയിൽ ഇനി വരാനും പോകുന്നില്ല, അതാണ് വാസ്തവം. അപ്പൊ എപ്പോഴും റോയൽ എൻഫീൽഡ് എന്ന ആ ഒരു വാഹനം, ആ റോയൽ ബൈക്ക്, നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡ് എന്ന ആ ഒരു ആളുകളുടെ ഒരു അതിയായ ഒരു ആഗ്രഹം, നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ കണ്ട് ശീലിച്ചിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ ആ ഒരു ബീറ്റ്, ആ ഒരു റൈഡിങ് പൊസിഷൻ, ആ ഒരു ആളുകളെ ആ റൈഡ് ചെയ്ത് വരുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടിട്ട് നമ്മൾ അതിനോട് അതിയായ ആഗ്രഹത്തിലാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ എടുക്കുന്നത്. ഇപ്പം വരുന്ന ന്യൂ ജനറേഷൻ ആളുകൾക്കും ചിലപ്പോൾ ആ ഒരു ബുള്ളറ്റിന്റെ ക്വാളിറ്റി എന്തായിരുന്നു റോയൽ എൻഫീൽഡ് എന്ന് ഒരിക്കലും അറിയില്ല. അപ്പൊ എപ്പോഴും അറിയില്ല, നമ്മളെ പോലത്തെ കുറച്ചൊക്കെ ഏജ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ ബുള്ളറ്റ് കൊണ്ടുവരുന്ന ആളുകൾ മാത്രമേ ബുള്ളറ്റ് എന്തായിരുന്നു എന്ന്, ബുള്ളറ്റിന്റെ റൈഡ് ക്വാളിറ്റി എന്തായിരുന്നു മനസ്സിലാവുള്ളൂ. അത് ന്യൂജൻ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഒരിക്കലും കിട്ടാത്തത് കൊണ്ടാണ് പുതിയ വണ്ടികൾ റോയൽ എൻഫീൽഡിന്റെ ബ്രാൻഡിൽ ബൈക്ക് ഇറങ്ങുന്ന മാതിരിയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇറങ്ങുന്നത്. ആ റോയൽ എൻഫീൽഡ് ആ ബ്രാൻഡിൽ അത് കാലികമായ മാറ്റം വരും, നിർബന്ധിതമായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ട അനിവാര്യമായ അടിസ്ഥാനത്തിൽ മാത്രം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ന്യൂജൻ ടെക്നോളജിയിൽ എഞ്ചിൻ ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ BS4 BS7 അല്ല BS6 BS7 നോംസ് വെച്ചുന്ന ആ പഴയ എഞ്ചിനൊന്നും ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ട് തന്നെയാണ് എഞ്ചിൻ മാറ്റുന്നത്, അല്ലാതെ ആ എഞ്ചിൻ ഫെയിൽ ആയത് കൊണ്ടൊന്നും അല്ല. അപ്പം നമ്മൾ എഞ്ചിൻ ഫെയിലായി എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ. ഇപ്പോഴും ഇപ്പോൾ റീസെന്റ് തന്നെ ഇപ്പൊ തൊട്ട് മുന്നേ ഒരു വണ്ടി സർവീസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ BS3 വണ്ടിയാണ്, വണ്ടി പെയിന്റ് ചെയ്യണം റീസ്റ്റോർ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് മുപ്പര് പറഞ്ഞ എന്താ ഒഴിവാക്കുന്ന ചോദിച്ചപ്പോൾ അത് ഒഴിവാക്കൂല. അതായത് പുള്ളിക്കാരൻ പറഞ്ഞ എനിക്ക് ഇതിനകത്ത് പൈസ മുടക്ക് വന്നിട്ടില്ല, ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് വലിയ ചിലവൊന്നും വന്നിട്ടില്ല. ചിലവ് എപ്പോഴും വരുന്ന ആർക്കാണ്? ബുള്ളറ്റ് എന്താ കമ്പ്യൂട്ടർ എഞ്ചിനിൽ നിന്നും ഒരു കമ്പ്യൂട്ടർ ബൈക്ക് കൊണ്ടുകൊടുക്കുന്ന ആളുകൾ നേരെ ബുള്ളറ്റിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ ആ ഒരു ബൈക്ക് പിന്നെ ഉപയോഗിക്കുന്ന ലാഘവത്തോടു കൂടി ഈ ബുള്ളറ്റിനെ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ അതിന് കംപ്ലൈന്റ് വരുന്നത്. നമ്മൾ ഏതൊരു വാഹനം എടുക്കുമ്പോൾ ആ വാഹനത്തിന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നക്കാരനും എല്ലാം റോയൽ എൻഫീൽഡ് എന്ന് മനസ്സിലാക്കുക. പിന്നെ തുടക്കകാലങ്ങളിൽ ബുള്ളറ്റിന്റെ ആ ശബ്ദങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവം തന്നെയാണ്, അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ ശബ്ദങ്ങളും കാര്യങ്ങളും എന്നുള്ളത് അത് എന്നെപ്പോലുള്ള മെക്കാനിക്കുകൾ, എന്നെപ്പോലെ തന്നെ പറയാം, ആരെയും കുറ്റപ്പെടുന്നത്, എന്നെപ്പോലുള്ള മെക്കാനിക്കുകൾ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് പല പണികളും പല രീതിയിലും എടുത്തിട്ട് നമ്മൾ ലേബർ കോസ്റ്റും ലേബറും ചാർജുകളും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു. അപ്പൊ ആ കസ്റ്റമറിന് വലിയ ലോസായി, എന്നിട്ട് ആ പ്രശ്നം തീർക്കാൻ കഴിയുന്നില്ല എന്നൊരു അടിസ്ഥാനത്തിൽ വന്നപ്പോഴാണ് ആളുകൾ ഒരു ഫെയിലാണെന്ന് പറഞ്ഞത്. ഇപ്പോഴൊക്കെ ഈസി ആയിട്ട് തീർക്കാവുന്ന കേസുള്ളൂ റോയൽ എൻഫീൽഡ് ഏതൊരു സൗണ്ടും. അത് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഹെൽപ്പ് നമുക്ക് ഉണ്ടായാൽ മതി, എന്നാൽ ഈസി ആയിട്ട് ഒറ്റ ഇതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രശ്നം തീർക്കാൻ പറ്റും. അപ്പോൾ സർവീസ് സെന്ററിലേക്ക് തീർക്കാൻ പറ്റാത്തതെന്നുള്ള കാര്യം ഞാൻ സർവീസ് സെന്ററെ കുറ്റം പറയുന്നത്, സർവീസ് സെന്ററിലെ മെക്കാനിക്സുകൾ എങ്ങനത്തെ ആളുകളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അവർക്ക് ജനറൽ സർവീസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ ഉണ്ടാവുള്ളൂ.
ഒരു കോർ ലെവലിൽ ഒരു പഴയ വണ്ടികൾ പണിക്കേണ്ട ഒരു ആവശ്യം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അവരൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പഴയ വണ്ടികൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള യൂസി വണ്ടികൾ പോലുള്ള വണ്ടികൾ പണിത് ഫലിപ്പിക്കാനൊന്നും പിന്നെ സർവീസ് സെൻ്ററുകൾ കഴിയില്ല കേട്ടോ. അത് വേറെ ബസ് അവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രമല്ല, കൊണ്ടുവരുന്ന എല്ലാവരും അഭിപ്രായം തന്നെയാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഒരു വണ്ടി, ഒരു യൂസി വണ്ടികൾ ഇവിടെ വരുന്ന സർവീസ് സെൻ്ററിൽ 15,000 മുടക്കി റെഡി ആവാത്ത വണ്ടികൾ, അവരൊക്കെ നേരെ ലെയ്ത്ത് വർക്ക് കൊണ്ടു കൊടുക്കും. ലെയ്ത്ത് വർക്ക് കേസ് എന്താണ് ചെയ്താൽ നമുക്ക് സെറ്റ് ചെയ്യും, ആ സെറ്റ് ചെയ്ത് അവരങ്ങ് വിടും. കംപ്ലയിൻസ് സർവീസ് സെൻ്ററുകാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ലെയ്ത്ത് വർക്ക് കേസ് ഏത് വർക്കാണ്, എന്ത് ഗൈഡാണോ, എന്ത് വാൽവാണോ, അല്ല എന്ത് പിസ്റ്റനാണോ, എന്ത് ക്രാങ്ക്, കണക്ട് റോഡിൽ ഏത് പിന്നാണ് ഇടുന്നതെന്ന് ചിലപ്പം ന്യൂജൻ മെക്കാനിക്സ് ചെക്കന്മാർക്ക് അറിഞ്ഞോളണമെന്നില്ല. അവർ ആ ഒരു വിശ്വാസത്തിൽ അവർ ഒരു സ്ഥലത്ത് കൊടുക്കുന്നു. അവർ പഠിച്ചിട്ടുള്ള അവർ ട്രെയിനിങ് കിട്ടുന്ന അടിസ്ഥാനത്തിൽ അറിയില്ല കറക്റ്റ് പ്രോപ്പറും ടോർക്ക് വെച്ച് അവർ ടൈറ്റ് ചെയ്യുന്നു, വണ്ടി പതിയേക്ക് നിൽക്കുന്നു. അത് അവരെ കുറ്റല്ല, അത് ലെയ്ത്ത് വർക്ക് എടുത്തതിന്റെ പോരായ്മ കൊണ്ടാണ്. ഇപ്പോൾ റീസെന്റ് എനിക്കൊരു വണ്ടി കംപ്ലൈന്റ് വന്നത് കൊണ്ട് തന്നെയാണ്. അത് അവരെങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് വിട്ട് അത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പുറത്തുള്ള ഇത് എങ്ങനെ ചെയ്താൽ എന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കുന്നുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഇല്ലാത്തതാണ് അവിടുത്തെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരിക്കലും നമ്മൾ ഞാൻ നിർബന്ധിച്ചുകൊണ്ടോ ഒരിക്കലും പിന്നെ ഒരാൾ പഴയ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ വരില്ല. അപ്പോൾ എപ്പോഴെങ്കിലുള്ള ആ ഒരു സമയത്താണ് നമ്മൾ പഴയ ആളുകൾ എപ്പോഴും ബുള്ളറ്റ് ഇതന്നെയാണ് വണ്ടി എന്നുള്ളത്, ഇത് ഓടിച്ചാൽ നമുക്ക് ബുള്ളറ്റിന്റെ ഫീല് കിട്ടും എന്നുള്ള ആളുകൾ 10,000, 20,000, 50,000 ലക്ഷങ്ങളോ മുടക്കി പണിയുന്നത്. അത് അവരുടെ താല്പര്യമാണ്. അത് അവർക്ക് അത് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പണി കൊടുക്കുന്നത്. ഒരിക്കലും നമുക്ക് വേണം, നിങ്ങൾ വരും, നമ്മൾ ചേരാൻ ആരും ചെയ്യിക്കുന്നില്ല. അപ്പൊ എല്ലാവരും താല്പര്യം അതാണ്, താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ. റോയൽ എൻഫീൽഡ് എന്നുള്ള ബുള്ളറ്റ് എന്ന ആ ഒരു ഇത്, ഒരിക്കലും ബുള്ളറ്റിന്റെ ഒരു പഞ്ചില്ലാത്ത വണ്ടി എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു പഞ്ചുള്ള വണ്ടികൾ ആൾ സെലക്ട് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വേറെ കഥകളൊന്നും ഇതിലില്ല. അവർ പൈസ മുടക്കാതെ അവരുടെ താല്പര്യമാണ്, നമ്മളെ താല്പര്യമില്ല. നമ്മളവർ വർക്ക് ചെയ്യുന്ന വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതാണ്, ഞാൻ ജസ്റ്റ് മൂടിയിട്ടാണ് കേട്ടോ വണ്ടി. ഈ വണ്ടി ഉള്ളത് 99 മോഡൽ വണ്ടി വരുന്നത്. അപ്പൊ ഇത് നമുക്ക് വന്നിട്ട് ചെലവ് എന്ന് പറഞ്ഞാല്, പിന്നെ ഞാൻ പറഞ്ഞു എന്തൊക്കെ മാറ്റിയിട്ടുള്ളതെന്നുള്ളത്. അപ്പൊ ഇതില് ടാങ്ക് മാറ്റിയതാണ്. ഇതിൽ പഴയ ടാങ്കുകൾ കണ്ടമാനം നമ്മൾ വെൽഡ് ചെയ്യാൻ, കംപ്ലീറ്റ് പെയിന്റ് പൊളിച്ചതിന് ശേഷം ഒരുപാട് വെൽഡ് ചെയ്യാനും അടക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചു. അപ്പോൾ ഒന്ന് അടക്കുമ്പോൾ ഒന്ന് വേറെ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് അവർ റോയൽ എൻഫീൽഡിന് തിക്നെസ് കുറഞ്ഞ ടാങ്ക് വന്നിരുന്ന ആ സമയങ്ങളിൽ. അപ്പോൾ എത്ര തന്നെ നമ്മൾ ഇവിടെ ചൂടാകുന്ന അപ്പുറത്ത് ഹോള് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു ടാങ്കിൽപ്പെട്ട ടാങ്ക് ആയിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടാങ്ക് ഇതിൽ വന്നിട്ടുള്ള BS വന്നിട്ടുള്ള ഒരു ക്ലാസിക്കിന്റെ ടാങ്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ അതുപോലെ നമ്മുടെ J സീരീസിന്റെ ബാഡ്ജും കൊടുത്തു കേട്ടോ. അപ്പം കുഴപ്പമില്ല, ഇതിനെ യോജിക്കുന്ന ആ ഒരു ഫിറ്റിംഗ് അതേ ഒരു ഷേപ്പുള്ള ടാങ്ക് തന്നെയാണ്. ഫിറ്റിംഗ് ആണെങ്കിൽ കറക്റ്റ് ആ ഷേപ്പുള്ള ടാങ്ക് തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്ന ടാങ്ക് മാറ്റിയാണ് ഹാഫ് എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുമാതിരി ഗിയർ ബോക്സ് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ്, അതേമാതിരി സർവീസ് പാർട്സ് കംപ്ലീറ്റ് ഒരുവിധം പാർട്സുകളൊക്കെ മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് സർവീസ് പാർട്സ് ആണ് ഞാൻ പറഞ്ഞത്. സർവീസ് പാർട്സ് മാറ്റിയാൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ എന്നുള്ളത് നടക്കാത്ത സംഗതിയാണ്. ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല സർവീസ് പാർട്സ് മാറ്റാതെ നമ്മൾ ചെയ്യാന്നുള്ളത്. അതേമാതിരി സൈലൻസർ മാറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള റൈറ്റാണ്. പിന്നെ മീറ്റർ, ഹെഡ്ലൈറ്റിന്റെ ഡൂം, മിറർ, ഹാൻഡിൽ, പിന്നെ ഗ്രിപ്പ് സെറ്റ്, ക്ലച്ച് ലിവർ, ബ്രേക്ക് ലിവർ, സ്വിച്ച് അസംബ്ലി, ടൈൽ ലൈറ്റ് അസംബ്ലി, ടൈൽ ലൈറ്റിന്റെ നമ്പർ പ്ലേറ്റ്, പിന്നെ ബാക്കിലെ മഡ്ഗാർഡ് കംപ്ലീറ്റ് ദ്രവിച്ച് തീർന്നായിരുന്നു. അത് വലിയൊരു കോസ്റ്റ്, ഒരു 2-3 റുപ്യൻ്റെ അടുത്ത് വരുന്നുണ്ട് പഴയ മഡ്ഗാർഡ്. അതുകൊണ്ട് ഈ മഡ്ഗാർഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമുക്ക് വെൽഡ് ചെയ്ത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം ബാക്ക് മഡ്ഗാർഡ് നമ്മൾ അത് തന്നെ ചെയ്തു. മാറ്റിയിട്ടൊന്നുമില്ല, റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ബോഡിയിൽ ടാങ്ക് മാത്രം റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ ഒന്നും ശരിക്കും ടാങ്ക് നമ്മൾ പെയിന്റ് ചെയ്യാൻ പൊളിച്ച സമയത്ത് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് മാത്രം മാറ്റിയാണ്. അല്ലെങ്കിൽ അതിന് നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഒരിക്കലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. ടാങ്ക് ഇത്രയും ഒരു ടാങ്കിന്റെ മുകളിൽ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ചെലവ് വരുന്നുണ്ട്. പെയിന്റിങ്, അതിന്റെ സ്ട്രൈപ്പിംഗ്, അതിന്റെ ബാഡ്ജിങ് ഒക്കെ ആക്കി രണ്ടാമത് റീപ്ലേസ് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ പഴയ ടാങ്കിന് അങ്ങനത്തെ ഒരു വിഷയം വരാറില്ല. പിന്നെ തുരുമ്പും കാര്യങ്ങളും ശരിക്കും ക്ലീൻ ചെയ്താൽ കൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതിന് നമ്മൾ മൊത്തം വന്നിട്ടുള്ള ചാർജ് തന്നെ വണ്ടി 75 രൂപയാണ്. 75,000 ആണ് വന്നിട്ടുള്ളത്. ഗിയർ ബോക്സ്, ബെഞ്ചിന്, ഹാഫ് വർക്ക്, ഈ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ വണ്ടികളും ഒരേ റേറ്റിന്, എപ്പോഴും പറയും എല്ലാ വണ്ടികളും ഒരേ റേറ്റിലല്ല നമുക്ക് രജിസ്ട്രേഷൻ വരിക. നമ്മളെ വണ്ടിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് അതിനനുസരിച്ച് മാത്രമേ രജിസ്ട്രേഷന് നമുക്ക് ചിലവ് വരിക. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിക്ലിംഗ് പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നിക്ലിംഗ് പാർട്സ് ഒഴിവാക്കാറാണ് പതിവ്. നിക്ലിംഗ് ചെയ്യാറില്ല. ബഫിങ്, സിങ്ക് കോട്ടിങ് മാത്രമാണ് ചെയ്യാറുള്ളത്. നിക്ലിംഗ് പാർട്സ് അതിനനുസരിച്ച് ബെൻഡ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യും. വീലിന്റെ റിം ആണെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരിക്കലും നമ്മൾ ക്വാളിറ്റി, ഇപ്പോഴത്തെ ഏതൊരു പ്രൊഡക്റ്റിനും ക്വാളിറ്റി ഇല്ല എന്ന് പറയാം. ഏതൊരു കാര്യത്തിനാണ് നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ക്വാളിറ്റി കുറവുകൊണ്ട് തന്നെയാണ്, ഇലക്ട്രോപ്ലേറ്റിങ്ങിന്റെ ക്വാളിറ്റി കുറവുകൊണ്ട് തന്നെയാണ്
അപ്പോൾ പ്ലേറ്റ് ചെയ്യുന്നവരെ ബുദ്ധിമുട്ട് പിന്നെ ഇതായിരിക്കില്ല, അവർ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ആ പ്ലേറ്റിംഗ് ഇപ്പം പൊളിഞ്ഞു പോകണം, ക്വാളിറ്റി ഇല്ലാതെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേറ്റിംഗ് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. വീൽ റിം ആണെങ്കിലും സൈലൻസറുടെ ബെൻഡ് ആണെങ്കിലും. ബഫിംഗ് എന്ന് പറയുമ്പോൾ അലുമിനിയം പോളിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആർക്കും നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുന്നു. നമുക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഓൺലി ഞാൻ പുറത്ത് കൊടുക്കുന്ന വർക്ക്, എൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ പുറത്തേക്ക് പോകുന്ന വർക്ക് പറഞ്ഞാൽ ഈ ഇലക്ട്രോപ്ലേറ്റിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഒരു വർക്കിനും പുറത്തുള്ള വർക്കില്ല. A to Z എൻ്റെ ഷോപ്പിൽ നിന്ന് നടത്തുന്നത്. പെയിന്റിങ് ഇൻക്ലൂഡ് എല്ലാ വർക്കുകളും, ആ വീൽ ഡ്രോയിങ്ങും ആ ഒരു സംഗതി എല്ലാ കാര്യങ്ങളും എഞ്ചിന്റെ വർക്കും. അതായത് ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ ബഫിങ്ങിൽ വരുന്ന ആ ഒരു ഇത് മാത്രമേ നമ്മൾ പുറത്ത് വരും. അതും ബഫിങ് നമുക്ക് സമയം ചെയ്യാറുണ്ട്, പക്ഷേ സമയമില്ലെങ്കിൽ നമ്മൾ ചെയ്യാറില്ല, നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ബഫിങ് പുറത്താണ് കൊടുക്കാറുള്ളത്. ഒരു വർക്കിന് നമ്മൾ പുറത്തേക്ക് ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വർക്കിൽ നമുക്ക് ആരും കുറ്റപ്പെടുത്താനൊന്നുമില്ല. എൻ്റെ ഈ വർക്കിന് എന്തെങ്കിലും പോരായ്മ ഉണ്ട്, എൻ്റെ പോരായ്മ തന്നെയാണ്. വേറെ ആരും അവരെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവർ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് പറയേണ്ട കാര്യം എനിക്ക് എൻ്റെ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരും കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. കാരണം എൻ്റെ വർക്കിന് എന്തേ പ്രശ്നം വന്നത് എൻ്റെ പോരായ്മ കൊണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് എല്ലാ വർക്കുകളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം വണ്ടി കസ്റ്റമർ നാളായിട്ടും വരുമെന്ന എൻ്റെ വിശ്വാസം, നാളെ വരേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു 75 രൂപയാണ് ഇതിന് കംപ്ലീറ്റ് ഈ രീതിയിലാക്കാൻ വേണ്ടി ചെലവ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പഴയ വണ്ടിയുടെ ഫോട്ടോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് വണ്ടികളിലുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ മറന്നു പോയതാ വണ്ടി എന്നുള്ളത്. ഏതായാലും കുറച്ച് നിർത്തിയിട്ട് പാർക്ക് ചെയ്ത് ലോങ് ടൈം പാർക്ക് ചെയ്തൊരു വണ്ടിയായിരുന്നു. സ്റ്റാർട്ടിങ്ങിന് വീഡിയോ ഞാൻ ഇട്ടെന്ന് തോന്നുന്നു, വർഷങ്ങൾ നിർത്തിയിട്ടൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടിയാണ് ഇപ്പോൾ ഈ രീതിയിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും പൈസ മുടക്കി വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന ആളുകൾ ആ വണ്ടിൻ്റെ ക്രേസ് കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. പഴയ വണ്ടിൻ്റെ ആ ഒരു ഫീല് പഴയ വണ്ടി ഉപയോഗിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഒരു ഫീലും ആ ഒരു വണ്ടി കൊണ്ട് നടക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു മനസ്സിൻ്റെ ആ ഒരു സംതൃപ്തിയൊന്നും വേറെ റോയൽ എൻഫീൽഡ് ഒരു വണ്ടി ഉപയോഗിച്ചാലും കിട്ടില്ല എന്നുള്ള വാസം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.